വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 16, 21 മുതൽ 23 വരെ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നും നിയമജ്ഞന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർക്കുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞു പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകും. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ആര് എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വഴികൾ പഠിപ്പിച്ച യേശു സഹനത്തിനും കുരിശിനും ഒരു പുതിയ അർത്ഥം നമ്മളെ പഠിപ്പിച്ചത് കർത്താവായ യേശുവാണ്. കുരിശിനും സഹനത്തിനും ഒരു പുതിയ മാനദണ്ഡം, ഒരു പുതിയ അർത്ഥം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഓരോ സ്ഥലത്തിന് പേര് പറയുമ്പോൾ ഓരോ പേരിനും പ്രത്യേക അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് കേസറിയ ഫിലിപ്പി എന്ന വാക്ക് വിശ്വാസ പ്രഖ്യാപനം എന്നാണ്. അവൻ അവന്റെ ജീവിതത്തിന്റെ കേസറിയ ഫിലിപ്പിയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ദാർഢ്യത്തിലാണ്, വിശ്വാസ ബലത്തിലാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ സഹനം, മരണം. അവൻ ജെറുസലേമിലേക്ക് പോയി, സഹിക്കുവാൻ, മരിക്കുവാൻ അവൻ പോയി. ജെറീക്കോ എന്ന് പറഞ്ഞാൽ വിശ്വാസ വളർച്ചയാണ്. ജെറീക്കോയിലെ അന്ധൻ, ജെറീക്കോ സക്കേവൂസ്, ജെറുസലേം ജെറീക്കോ റോഡിൽ യാത്ര ചെയ്യുന്ന സമറിയാക്കാരൻ, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഒരു വിശ്വാസ വളർച്ചയാണ് ജെറീക്കോ. അപ്പം ബൈബിളിലെ ഓരോ സ്ഥലത്തിനും പേരിനർത്ഥം. കേസറിയ ഫിലിപ്പി വിശ്വാസദാർഢ്യം, ജെറുസലേം സഹനമുത്താനം, ജെറീക്കോ വിശ്വാസ വളർച്ച. അവൻ ജെറീക്കോയിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വിശ്വാസ വളർച്ചയുടെ അത്ഭുതം നടക്കാൻ പോകുന്നു. അപ്പൊ യേശു പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, സഹിക്കുവാൻ, മരിക്കുവാൻ, ഉയർക്കുവാൻ എനിക്ക് പോകണം. ഉടനെ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയുകയാണ്. കർത്താവേ, ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നീ സഹിക്കാൻ പോകരുത്, നീ മരിക്കാൻ പോകരുത്, കുരിശെടുക്കാൻ പോകരുത്. യേശു പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പലപ്പോഴും ഞാൻ ഓർക്കും, അല്പം കൂടെ മയത്തിൽ യേശുവിന് പറയാമായിരുന്നു. ഒന്നുമില്ലേലും ആദ്യത്തെ പോപ്പല്ലേ, പത്രോസെ സാധ്യമാണെങ്കിൽ സൈഡ് തരാവോ എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ കടുപ്പമുള്ള വാക്കാണ്. സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകും. സാത്താൻ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം തടസ്സം, പ്രതിബന്ധം. തടസ്സമേ, പ്രതിബന്ധമേ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ. സഹനത്തിലേക്ക് വഞ്ചനയുടെ ചുംബനത്താൽ യേശുവിനെ തള്ളിവിട്ട യൂദാസിനെ വിളിച്ചു സ്നേഹിത. സഹിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് സഹനത്തിൽ തടസ്സം സൃഷ്ടിച്ച പത്രോസിനെ വിളിച്ചു സാത്താനെ. ഈ അർത്ഥം എന്താ? കുരിശിന്റെ വഴിയാണ് ക്രിസ്തുവിന്റെ വഴി. കുറുക്കുവഴി സാത്താന്റെ വഴിയാണ്, കുരിശിന്റെ വഴി കർത്താവിന്റെ വഴിയാണ് എന്ന് പറയുകയാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. സഹനങ്ങളും വേദനകളും വരുമ്പോൾ നമുക്ക് 3 വിധം ചിന്തകൾ ഉണ്ടാകാം. 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവീകം. എന്താണ് പൈശാചികം? എനിക്ക് പേരുദോഷം വരുത്തിയവൻ വണ്ടിയിടിച്ച് ചത്തുപോണേ എന്ന് ചിന്തിക്കുമ്പോൾ പൈശാചികം. എന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞവൻ ഇടിവെട്ടി കരിഞ്ഞു പോണേ എന്ന് ചിന്തിക്കുമ്പോൾ പൈശാചികം. എനിക്ക് നൊമ്പരം തന്നയാൾക്ക് തകർച്ച കൊടുക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ ചിന്ത പൈശാചികം. 2 മാനുഷികം. ഇങ്ങനെയൊക്കെ വന്നുപോയി, ശത്രുക്കാർക്ക് പോലും വരാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നാ പറയാനാ, സഹിക്കല്ലാതെ മാർഗമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അങ്ങ് സഹിച്ചേക്കാം. പരാതി പറഞ്ഞ്, ആവലാതി പറഞ്ഞ് കുരിശുകളെ സ്വീകരിക്കുമ്പോൾ അത് മാനുഷികം. ദൈവീകം. ദൈവമേ, ഞാനൊന്നും അറിഞ്ഞില്ല, പക്ഷെ എന്തുകൊണ്ട് നീ എനിക്കിത് അനുവദിച്ചു തന്നു? ഇതാണ് ക്രിസ്തുവിന്റെ കുരിശിലെ ചോദ്യം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? സഹനങ്ങളും നൊമ്പരങ്ങളും വരുമ്പോൾ അതിന്റെ അർത്ഥം അറിയത്തില്ല, പക്ഷെ ദൈവം എനിക്ക് അനുവദിച്ചതാണെന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ജീവിതത്തിൽ തകർച്ചകൾ, നൊമ്പരങ്ങൾ, വേദനകൾ വരുമ്പോൾ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
വെല്ലൂർ ആശുപത്രിയിൽ നിന്നും 20 ജൂനിയർ ഡോക്ടേഴ്സ് കൊടൈക്കനാലിന് യാത്ര പോയി. കൊടൈക്കനാലിന്റെ മലമുകളിലേക്ക് വണ്ടി കയറി പോകുമ്പോൾ ബ്രേക്ക് പൊട്ടി വണ്ടി അഗാധങ്ങളിലേക്ക് പതിച്ചു. 3 പേർ സ്ഥലത്ത് വെച്ച് മരിച്ചു. ഏതാനും പേർക്ക് ശക്തമായ പരിക്കേറ്റു. അതിൽ ഒരാളായിരുന്നു ചങ്ങനാശ്ശേരി അടുത്ത് കങ്ങഴ സ്വദേശിനിയായ ഡോക്ടർ മേരി വർഗീസ്. നട്ടലിന്റെ കണ്ണി പൊട്ടിയ ഡോക്ടർ മേരി വർഗീസ് കട്ടിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോൾ ഒരു ദിവസം ഭിത്തിയിൽ ഒരു കുരിശ്. ആ കുരിശിൽ നോക്കി ഡോക്ടർ മേരി വർഗീസ് ചോദിച്ച ചോദ്യമാണ്, ക്രിസ്തുവേ, എന്റെ അരിക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ നീ എന്തിനാ ശക്തി വെച്ചിരിക്കുന്നത്? കുരിശിൽ നിന്നൊരു സ്വരം, മോളെ, നിന്റെ അരയ്ക്ക് താഴേക്കല്ലേ തളർന്നുള്ളൂ, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ശരീരഭാഗം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടണം. ആത്മധൈര്യം വീണ്ടെടുത്തു. സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ കറങ്ങുന്ന കസേരയിൽ നടത്തി ലോകപ്രസിദ്ധ അവാർഡുകൾ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ഈ ഡോക്ടർ കൊണ്ടുവരികയാണ്. സഹനത്തിന്റെ അർത്ഥം, കുരിശിന്റെ അർത്ഥം കർത്താവിനോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുമ്പോൾ സഹനങ്ങൾ വേദനകളെ നിസ്സാരമായി മാറ്റുന്നു. നമുക്കെല്ലാവർക്കും ഉണ്ട് കുരിശുകൾ. ഓരോ പ്രായത്തിൽ ഓരോ കുരിശ്. എന്നും കർത്താവിന്റെ മാലാഖ ചൊല്ലിയിട്ട് അവസാനം ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. എന്നാ ഓർത്തുകൊണ്ടാണോ ആ പ്രാർത്ഥന ചെല്ലുന്നത്? ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. കുരിശുകൾ നമ്മൾ ചോദിച്ചു മേടിക്കുകയാണ്. കുരിശ് വരുമ്പോഴോ യൂദാസ് സദ്ദേവൂസെ, അന്തോണിസ് പുണ്യാള, അസാധ്യ കാര്യങ്ങൾ നോക്കുന്നവരെ എടുത്തോണെന്നും പറഞ്ഞ് നമ്മൾ ഓടും. പള്ളിയിൽ വെച്ച് പാടും, ഉരുക്കി എന്നെ നീ വാർത്തെടുക്കൂ. ധ്യാനം കഴിഞ്ഞ് വീടിച്ചനും ഉരുക്കാനായിട്ട് ഭാര്യ, വാർക്കാൻ അമ്മ, തകർത്തു വാരാൻ മക്കൾ, എല്ലാരും ചുറ്റും കൂടി പറയും, പള്ളി വെച്ച് പ്രാർത്ഥിച്ചതല്ലേ, ഞങ്ങൾ ഉരുക്കി വാർക്കട്ടെ, ഒന്ന് സഹായിക്കട്ടെ. ഉടനെ നമ്മൾ പറയും, എന്റെ തമ്പുരാനെ, ഞാൻ തമാശന് പാടിയതല്ലേ, നീ എത്ര സീരിയസ് ആയിട്ട് എടുക്കും? കുരിശുകൾ, വേദനകൾ. ഓരോ പ്രായത്തിൽ ഓരോ കുരിശ. കുട്ടിക്കാലത്തെ കുരിശല്ല യുവത്വത്തിൽ, യുവത്വത്തിലെ കുരിശല്ല വാർദ്ധക്യത്തിൽ. എന്റെ കുഞ്ഞുനാളിൽ കുട്ടിക്കാലത്തെ കുരിശായിരുന്നു ചായക്കടയിൽ ചില്ലലമാരിയിൽ പലഹാരം കാണുമ്പോൾ വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം. അത് മേടിക്കാൻ 10 പൈസയില്ല അന്നത്തെ കുരിശ്. ഒരു ചായക്കട മേടിക്കാനുള്ള കാശ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വന്നപ്പം ഒന്നും കഴിക്കാൻ മേല എന്ന് പറയുന്ന ഒരു പുതിയ കുരിശ്. ഇനി പൈസയ്ക്കും ബുദ്ധിമുട്ടില്ല, ആരോഗ്യത്തിനും പ്രശ്നമില്ല. അപ്പോഴാണ് ശരീരത്ത് എന്തൊരു പ്രശ്നം, അല്ലെ വീട്ടിൽ ഒരു പ്രശ്നം, ജോലി സ്ഥലത്ത് ഒരു പ്രതിസന്ധി, ഏതെങ്കിലും കുരിശുണ്ട്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേം AD 314 ഇങ്ങനെ പറഞ്ഞു വെച്ചു, എവിടെ നോക്കിയാലും കുരിശ്. ആകാശത്തിന് കീഴിലെ പക്ഷി ചിറക് പിരിച്ച് പറക്കുമ്പോൾ പക്ഷി ആകാശത്തിന് കീഴിൽ കുരിശടയാളം ഇട്ടിട്ട് പോകുന്നു. ഒരു പായ്ക്കപ്പൽ വെള്ളത്തിലൂടെ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്ക് ഓടുമ്പോൾ പായ്ക്കപ്പൽ വെള്ളത്തിൽ കുരിശടയാളം ഇടുന്നു. കർഷകൻ കലപ്പ കൊണ്ട് ഭൂമി ഉഴുതുമറിക്കുമ്പോൾ കർഷകൻ ഭൂമിയിൽ കുരിശടയാളം ഇടുന്നു. അസീസിലെ ഫ്രാൻസിസ് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഈശോ മിശിഹായെ ഞങ്ങളിങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഈ ലോകത്തെ നീ വീണ്ടും രക്ഷിച്ചു. എല്ലാവർക്കും കൊണ്ട് കുരിശതാണ്, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. സഹനം, വേദനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അവയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആർക്കാ കുരിശില്ലാഞ്ഞത്? മാതാവിന് കുരിശുണ്ടായിരുന്നു, ഈശോയ്ക്ക് കുരിശുണ്ടായിരുന്നു, അപ്പസ്തോലന്മാർക്ക് കുരിശുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് കുരിശുണ്ടായിരുന്നു. നമുക്കും കുരിശുണ്ട്. ഓരോ പ്രായത്തിൽ ഓരോരോ രീതികളിൽ ഈ കുരിശുകൾ കടന്നു വരുന്നു. 50 നോമ്പിലെ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ കൂട്ടുകാരന്റെ വീട്ടിൽ കാപ്പു കുടിക്കാൻ പോയി. 5 മണിക്ക് പള്ളിയിലോട്ട് പോരുമ്പോൾ ഒരു ഭർത്താവും ഭാര്യയും കൂടി. 65 വയസ്സ് പ്രായമുള്ള ഭാര്യ വീർത്ത മുഖമായിട്ട് മുമ്പിൽ, 68-കാരൻ ഭർത്താവ് വീർത്ത മുഖവുമായിട്ട് പിമ്പിൽ. ഞാൻ ചോദിച്ചു, 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിന്റെ വഴിക്ക് പോകുന്നില്ലേ? പിന്നെ ചേട്ടന്റെ മറുപടി, ആ വഴിക്ക് തന്നെയാ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. കുരിശ് മുമ്പിലും പോകുന്നു, കുരിശിന്റെ വഴിക്ക് ചേട്ടനും പോകുന്നു. ഓരോരോ ജീവിതത്തിൽ ഓരോരോ തലങ്ങളിൽ കുരിശുകൾ ദൈവം തന്നിട്ടുണ്ട്. ആ കുരിശുകൾ വെച്ചിട്ട് പോകാനല്ല, നിന്റെ കുരിശും എടുത്ത് എന്റെ പിന്നാലെ നീ വരിക. ഇതാണ് ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള ആഹ്വാനം. മാതാവിന് കുരിശ്, ഈശോയ്ക്ക് കുരിശ്, അപ്പസ്തോലന്മാർക്ക് കുരിശ്, ആദിമസഭയ്ക്ക് കുരിശ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ ഓരോരോ കുരിശുകൾ. അവയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ നേരിടുന്നു, ഇതാണ് ജീവിതത്തിൽ നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയം. ആർക്കാ കുരിശില്ലാത്തത്?
മാതാവിന് കുരിശില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ ആരും വയറെ നോക്കി മാതാവിനെ നോക്കി പാടിയില്ല, അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മോനെ. എല്ലാവരും ചോദിച്ചു, മേരി വയറ്റിൽ കിടന്ന കൊച്ചിന്റെ അപ്പൻ ആരാ? മറിയം പറഞ്ഞു കാണും, സംശയിക്കേണ്ട, ദൂതം പറഞ്ഞു സഹകരിക്കും മേരി, പരിഹരിക്കാമെന്നും പറഞ്ഞ് തന്നിട്ട് പോയതാണ്. അല്ലേ പറയുകയാണ്, ആർക്കും ഡൗട്ട് വേണ്ട, ഡിസംബർ 25 നക്ഷത്രം പ്രത്യക്ഷപ്പെടുമ്പം കാര്യം വ്യക്തമായിക്കോളും. ഇന്നാണ് ഉണ്ടക്കല്ലെടുത്തെറിയും, അന്നോ ഏറോടേറ്. വൈദ്യ കിടക്കുന്ന കൊച്ചിന്റെ അപ്പനെ കാണിക്കാൻ ഭൂമിയിലില്ലാത്ത അമ്മ വേദനിച്ച അമ്മയാണ്. വീണ്ടും മോനെ പ്രസവിക്കാനുള്ള സമയമായപ്പോൾ പ്രസവത്തിന് സമയം കിട്ടാത്ത അമ്മ. ലോകത്തിൽ ഏതൊരു സ്ത്രീക്കും പ്രസവ സമയമാകുമ്പോൾ ലോകം വേണ്ടുന്നതെല്ലാം ക്രമീകരിക്കും. അന്താരാഷ്ട്ര നിയമമാണ്, വിമാനത്തിൽ ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവക്ക് ആ വിമാനത്തിൽ കാലാകാലം ടിക്കറ്റ് ഫ്രീ ആണ്. ഉണ്ടാകുന്ന കുഞ്ഞിന് 21-ാം വയസ്സിൽ വിമാന കമ്പനിയിൽ ജോലിയാണ്. എന്റെ ഇളയമ്മയുടെ മകൾ പ്രസവിച്ചത് ദുബായിക്കാൻ എമിറേറ്റ്സ് പ്ലെയിനിലാണ്. അവർക്ക് ഇന്നും ടിക്കറ്റ് ഫ്രീ ആണ്. ഉണ്ടായ കുട്ടിക്ക് 21-ാം വയസ്സിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് എമിറേറ്റ്സ് കമ്പനി ജോലി കൊടുത്തു. ഇന്ന് ഓക്ലൻഡിൽ അവർ ജോലി ചെയ്യുന്നു, ന്യൂസിലൻഡിലെ ഓക്ലൻഡില്. അപ്പം നിയമമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും കാണാം, ഓടുന്ന KSRTCയിൽ നിരങ്ങിക്കൊണ്ട് പ്രസവം, ഓട്ടോറിക്ഷയിൽ കുലുങ്ങിക്കൊണ്ട് പ്രസവം. നമ്മുടെ കേരളത്തിലെ ചില റോഡുകളിലൂടെ കുറെ നാൾ മുമ്പ് യാത്ര ചെയ്താൽ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ പോലും പ്രസവിച്ചു പോകുമായിരുന്നു. എത്ര വലിയ കുഴികളും മറ്റുക. ഇത്രയും സൗകര്യമുള്ള ലോകത്ത് മറിയത്തിന് പ്രസവിക്കുവാൻ ഇടം കിട്ടുന്നില്ല. യോസേപ്പിതാവും മാതാവും കൂടി വൈക്കോലും പുല്ലും എല്ലാം കൂടെ തെരഞ്ഞിട്ട് മൃദുലമായ മെത്തമനഞ്ഞ് മറിയത്തിന് പശുക്കൂടിൽ പ്രസവസ്ഥലം കണ്ടെത്തുന്ന യോസേപ്പ്. അപ്പം അമ്മ സഹിക്കുന്ന അമ്മ. വീണ്ടും ഈ മോനെ പ്രസവിച്ചു കഴിഞ്ഞപ്പം ഹെറോദേസ് കൊല്ലുമെന്ന് പേടിച്ച് മോനെയും കൊണ്ട് ഒളിച്ചോടുന്ന അമ്മ. 430 മൈല് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. 3 മാസക്കാലം ഈജിപ്തിലെ കൈറോയിൽ ചെന്ന് ഒളിച്ചു വസിക്കുന്നു. വീണ്ടും തിരിച്ച് നസത്തിൽ വന്ന് പാർക്കുന്നു. നസത്തിൽ വന്ന് പാർത്തതുകൊണ്ട് യേശുവിന് പേര് വീണു നസറായൻ. നസറായൻ. ഈശോയെ കുരിശി തറച്ചപ്പം ആ പേരും കൂടെ കുരിശിന് മുകളിൽ വന്നു. യേശോ നസറായൻ, യൂദന്മാരുടെ രാജാവ്, INRI. പണ്ട് നമ്മുടെ പൂർവികര് പെസഹായിക്ക് അപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിന് എന്ത് പേരിടും? പാലപ്പം, കിണ്ണത്തപ്പം, വട്ടയപ്പം, ഉണ്ണിയപ്പം, അങ്ങനെയൊരു പേരിടാൻ പറ്റിയല്ല. അതുകൊണ്ട് സഹനവുമായി ബന്ധപ്പെട്ട ഒരു പേരിട്ട് കൊടുത്തു. കുരിശിലെ 4 അക്ഷരം പെസഹായുടെ അപ്പത്തിന് എടുത്തു കൊടുത്തു. അങ്ങനെയാണ് പെസഹായുടെ അപ്പം INRI, ഇന്ദ്രിയപ്പം എന്ന പേരിൽ ഒരപ്പം ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ സഹിക്കുന്ന അമ്മയെയാണ് നമ്മൾ കണ്ടെത്തുക. വീണ്ടും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ജ്ഞാനവൃദ്ധനായ ശിമയോൻ പേളിയടിഞ്ഞ കൺപോളകളുമായി ദേവാലയത്തിൽ വന്നു. പൈതലായ യേശുവിനെ കയ്യിലെടുത്തിട്ട് ശിമയോൻ ഒരു താരാട്ട് പാടി. ലോകത്തിൽ ആദ്യമായി ബൈബിളിൽ താരാട്ട് പാടിയത് ശിമയോനാണ്. എന്താണ് താരാട്ട്? രാരാരോ രാരീരാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള പല്ലവി, ലല്ലവി, ഈരടി പാടുക അല്ല. ആ പാട്ടിൽ താരാട്ടിന് അർത്ഥമുണ്ട്. എന്റെ ദൈവമേ, അത് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. അതൊരു ചോദ്യമാണ്. എന്റെ ദൈവമായ കർത്താവേ, ഈ തൊട്ടി കിടക്കുന്ന സാധനം ആരാരോ, ഒരു പിടിയില്ല. ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, സദ്ദാം ഹുസൈനാണോ? ഇതാരാരോ? ഈ കിടക്കുന്നത് അൽഫോൻസ അമ്മയാണോ, ചാവറ അച്ഛനാണോ, മദർ തെരേസയാണോ? ഇതാരീരാരോ? ഒരു പിടിയുമില്ല. പിന്നെ ശിമയോൻ പറഞ്ഞു, മറിയത്തെ നോക്കി, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും. സ്ത്രീയെ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും. ഇടവകയിലെ യുവജനങ്ങളുടെ ബൈബിൾ വായനയുടെ മത്സരം. ബൈബിൾ തുറക്കുമ്പം കിട്ടുന്നത് വായിക്കണമെന്ന നിയമം. ഒരു യുവാവ് ബൈബിൾ തുറന്നപ്പോൾ ആദ്യം കിട്ടിയത് ഈ ഭാഗമാണ്. ശിമയോൻ മറിയത്തോട് വരുന്ന ഭാഗം. അവൻ ബൈബിൾ തുറന്നു. അവൻ നോക്കുമ്പം പ്രധാന പാതയിലൂടെ അവൻ ഇഷ്ടപ്പെട്ട ഒരു യുവതി അകത്തേക്ക് കടന്നു വരുന്നു. ബൈബിളിൽ നോക്കി, അവളെ നോക്കി, ഒന്നുകൂടെ നോക്കി, വീണ്ടും നോക്കി. അവൻ പിന്നെ വായിച്ചത് ഇങ്ങനെയാണ്: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും, ഒരു വാൾ കടന്നുപോകും. എന്തായിരുന്നു ശിമയോൻ പറഞ്ഞ വാൾ? 33 വർഷക്കാലം മറിയം നെഞ്ചിൽ വഹിച്ച വാൾ ഇതായിരുന്നു: പെറ്റതള്ളയായ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മകന്റെ ദാരുണമായ മരണം ഈ അമ്മ കാണേണ്ടി വരും. ഈ മുന്നറിയിപ്പാണ് മറിയം നെഞ്ചിൽ വഹിച്ച വാൾ. അമ്മയായ ഞാൻ ജീവിച്ചിരിക്കെ മകന്റെ മരണം കാണേണ്ടി വരും. 3 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് കൈനോട്ടക്കാരൻ പറയുക, ചന്തമുള്ള കുഞ്ഞ്, മൊഞ്ചമുള്ള ചുണ്ട്, ഈശ്വര 5 വയസ്സ് വരെ
ഇതിനായുസുള്ളല്ലോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ നെഞ്ചിൽ ഒരു വാളുണ്ട്. ഈ വാളാണ് മറിയം നെഞ്ചിൽ വഹിച്ച വാൾ. 33 വർഷക്കാലം സ്വന്തം മകനെ പ്രതി അമ്മ നെഞ്ചിൽ ഒരു വാൾ വഹിച്ചു. അപ്പൊ സഹിക്കുന്ന അമ്മയെ നമ്മൾ കണ്ടെത്തുന്നു. മാതാവിന്റെ ജീവിതം മുഴുവൻ സഹനം. പിന്നീട് നമ്മൾ കാണുന്നു കുരിശിൻ ചുവട്ടിലെ അമ്മ യേശു കിടന്ന കുരിശിൽ നിന്നും ചോരത്തുള്ളികൾ ഒഴുകിയിറങ്ങി. മറിയം നിന്ന പാറമേൽ ചുവപ്പുചാലുകൾ സൃഷ്ടിച്ചു. കുരിശിൽ പുഴുവിനെ പോലെ പൊളയുന്ന പുത്രനെ നോക്കി അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇഷ്ടം പോലെ എന്നിലും നിന്റെ പ്രിയമകലിലും നിറവേറട്ടെ. പിന്നീട് ആദിമസഭ സിയോൻ മാളികയിലും ഭൂഗർഭാലയത്തിലും കുർബാനയർപ്പിച്ചപ്പോൾ ശിഷ്യസമൂഹത്തിന് മുമ്പിൽ ഒരു സ്ത്രീ നരബാധിച്ച മുടിയും വിതുമ്പുന്ന ചുണ്ടും തുടിക്കുന്ന ഹൃദയവുമായി പങ്കെടുത്തു. അത് യേശുവിന്റെ അമ്മയായ മറിയമായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും അപ്പവും മീഞ്ഞും കയ്യിലെടുത്തിട്ട് ഇതിന്റെ ശരീരം ഇതിന്റെ രക്തമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മാതാവിന്റെ ഓർമ്മ? എന്റെ ഗർഭപാത്രത്തിൽ ഞാൻ വളർത്തിയ ശരീരം അപ്പത്തിന്റെ രൂപത്തിൽ പത്രോസിന്റെ കൈകളിൽ, എന്റെ മടിത്തണ്ടിൽ തടന്നു കിടന്ന ശരീരം ഇതാ യോഹന്നാന്റെ കരങ്ങളിൽ, എന്റെ മുലപ്പാല് കുടിച്ചു വന്ന ശരീരം യാക്കോബിന്റെ കരങ്ങളിൽ. ഇതായിരുന്നു അമ്മയുടെ സഹനം. പരിശുദ്ധ മാതാവ് സഹനത്തിന്റെ അമ്മയായിരുന്നു. അമ്മ പ്രസവിച്ച മോൻ സഹിച്ചവനാണ്. കർത്താവായ യേശുവിന്റെ ജീവിതം എന്തോ ഒരു സഹനമായിരുന്നു. പിറന്നു വീഴാൻ ഇടം കിട്ടാഞ്ഞ രാത്രി ഭാവനയിൽ നമുക്കൊന്ന് ഓർക്കാം. ആദ്യത്തെ ക്രിസ്മസ് രാത്രി 3 കഥാപാത്രങ്ങൾ ബേത്ലഹേം നഗരത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്നു. 1 അരവയറുള്ള കഴുത, 2 നിറവയറുള്ള മറിയം, 3 മിസ്റ്റർ യോസേഫ്. എല്ലാ വീടിന്റെയും വാതിൽ മുട്ടി വിളിച്ചു. ഒരു ചോദ്യം, ഇടവുണ്ടോ ഇടവുണ്ടോ, ഒരു കൊച്ചിനുണ്ടാകാൻ ഇടവുണ്ടോ? എല്ലാ വീടിൽ നിന്നും മറുപടി, ഇടവില്ല, ഉണ്ടാകാൻ ഇടവില്ല. ആർക്കാ ഇടം കിട്ടാഞ്ഞത്? എല്ലാം ഏകവാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന് ഉണ്ടാകാൻ ഇടം കിട്ടാഞ്ഞ രാത്രി, ക്രിസ്തുമസ് രാത്രി. പിറന്നു വീഴാൻ ഇടം കിട്ടാഞ്ഞ ക്രിസ്തുവിന്റെ സഹനം അവിടെ ആരംഭിക്കുകയാണ്. ക്രിസ്തുമസ്, അവന്റെ പിറവി. അതിന്റെ അർത്ഥം എന്താ? മാസ് ബലിയാണ്. മാസ്, കുർബാന, ബലി. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ പിറവി തിരുനാളല്ല, ക്രിസ്തുവിന്റെ ബലി. അപ്പൊ അവന്റെ പിറവി തിരുനാളിനെ അനുസ്മരിക്കുന്നത് ക്രിസ്തുവിന്റെ ബലിയാണ്. അപ്പൊ അവിടെ മുതൽ ആരംഭിക്കുന്ന യേശുവിന്റെ സഹനത്തെ, സഹന ജീവിതത്തെ നമ്മൾ കണ്ടെത്തുന്നു. കുരുവിക്ക് പോലും കൂടുള്ള ഭൂമിയിൽ വള്ളത്തിന്റെ അമരങ്ങളിൽ അന്തിയുറങ്ങിയവൻ, സാരമില്ല എന്നവനെ സാന്ത്വനപ്പെടുത്താൻ ഒരു സഖിയില്ലാത്തവൻ, അപ്പ എന്ന് വിളിക്കാൻ മക്കളെ അവശേഷിപ്പിക്കാത്തവൻ, വിതച്ച വിത്തുകൾ വയൽക്കിളികൾ കൊത്തിക്കൊണ്ടുപോയി, ഓരോ നിമിഷവും ആരാലൊക്കെയോ തള്ളപ്പെട്ടവൻ, തഴയപ്പെട്ടവൻ. ഇതായിരുന്നു ക്രിസ്തു. യേശുവിന്റെ ജീവിതം മുഴുവൻ സഹനത്തിന്റെ ഒരു ജീവിതമായിട്ട് കാണും. ഏറ്റവും വലിയ സഹനം അവനെ ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അവനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. വേശ്യകളെ നേടാൻ വേണ്ടി അവരോട് അല്പം പ്രസംഗിച്ചപ്പം ആൾക്കാർ പറഞ്ഞു, വേശ്യകളുടെ കൂട്ടുകാരൻ, വേശ്യകളുടെ സ്നേഹിതൻ. അല്പം വീഞ്ഞു കുടിച്ചപ്പം ലഹരിപ്രിയൻ, അല്പം ഭക്ഷണം കഴിച്ചപ്പം തീറ്റപ്രിയൻ. തെറ്റി ആർക്കും അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. യേശു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്? പറയുമ്പം പറയും, ഇതാരോടും പറയണ്ട. എന്നാ പിന്നെ ചോദിക്കാതിരുന്നാ പോലെ. എന്തിനാ ഇത് ചോദിക്കുന്നത്? മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയാ. യേശു ആരാണെന്ന് മനസ്സിലായോ? നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ ഒരു കാര്യം ചെയ്തിട്ട് അതുപോലെ ആരും മനസ്സിലാക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ പിരിമുറുക്കം. തെറ്റുപറ്റിയ ഭർത്താവ് ഭാര്യയോട് പറയുക, എടി മാപ്പാക്കണം. ഭാര്യ, പോടോ, കള്ളക്കണ്ണീർ ഒലിപ്പിക്കാതെ. ഭാര്യ ഭർത്താവിനോട്, ചേട്ടൻ പൊറുക്കണം, പോടി, മുതലക്കണ്ണീർ ഒഴുക്കാതെ. നമ്മളെ ഒരു കാര്യം ചെയ്തിട്ട് ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തോ ഒരു നൊമ്പരമാണ്. കോട്ടയം അടുത്ത ഉഴവൂരിൽ 2013 ആണ്ടിൽ ക്രിസ്മസിന് ഞാനൊരു വലിയ പുൽക്കൂടുണ്ടാക്കി. ആശ്രമത്തില് 10-20 സ്ഥലത്തെ യുവാക്കന്മാര് പുൽക്കൂടുണ്ടാക്കാൻ സഹായിച്ചു. എന്റെ കൂട്ടുകാരനച്ഛൻ ജർമ്മനിയിൽ നിന്നും കോമ്പളാൻപോയി പോലുള്ള ഒരു ഉണ്ണിയേശുവിനെ അയച്ചു തന്നു. മുട്ടൻ മറിയം, മുഴുത്ത യോസേഫ്, ഒട്ടകം, ആന, കുയില്, മയില്, കാള എല്ലാം തയ്യാറ്. കൊട്ടാരം, ഹെരോദേസ്, ജ്ഞാനികൾ, ഇടയന്മാർ എല്ലാം മുഴുത്ത രൂപങ്ങൾ. പക്ഷെ എത്ര നോക്കിയിട്ട് എനിക്ക് വലിയ ആഗ്രഹം, ഉണ്ണിയേശു ഒരു ഹൃദയത്തിൽ വേണം പിറക്കാൻ. ഞങ്ങൾ എത്ര നോക്കിയിട്ടും ഹൃദയം ഉണ്ടാക്കിയിട്ട് ഒക്കുന്നില്ല. ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിൽ കന്യാസ്ത്രീമാരുടെ ഒരു മഠമുണ്ട്. അപ്പം മഠത്തിൽ അവർ ആശുപത്രിയും കൂടിയാ. അവർ 2012 ക്രിസ്മസ് ഉണ്ടാക്കിയപ്പം ഉണ്ണിയേശു ഒരു ഹൃദയത്തിലാണ് പിറന്നു കിടന്നത്. ഞാൻ ഡോക്ടർ കന്യാസ്ത്രീ വിളിച്ചു ചോദിച്ചു, സിസ്റ്ററെ 2012 നിങ്ങളുടെ ഹൃദയം അവിടെ തന്നെ ഉണ്ടോ അതോ കളഞ്ഞോ? സിസ്റ്റർ പറഞ്ഞു, കളഞ്ഞിട്ട് വെച്ചാൽ ഹൃദയം ഗോഡൌണിൽ കിടപ്പുണ്ട്, വേണി എടുത്തുകൊണ്ട് പോകോളാൻ പറഞ്ഞു.
ഒരു കൂട്ടുകാരന്റെ കാറിൽ മുരിക്കാശ്ശേരി ചെന്ന് ഹൃദയം ഞാൻ കാറെ കയറ്റി കൊണ്ടുവന്നു. വളവും വളവും കട്ടറ കുന്നേ കുഴി പോന്ന വഴിക്ക് വണ്ടി ചാടി ഹൃദയത്തിന്റെ അറ്റം കിളിച്ചുണ്ടമാങ്ങാടെ അറ്റം പോലെ ഏങ്കോണിച്ചു പോയി. 24 രാവിലെ പുൽക്കൂടൊക്കെ എല്ലാം റെഡിയാക്കി. മാതാവ്, യൗസേപ്പ്, ഇടയനും കൊട്ടാരം ഒക്കെ റെഡി. ഞങ്ങൾ അല്പം തെർമോക്കോളും പഞ്ഞിയും കലർത്തി ഹൃദയം അല്പം കൂടെ ചുമന്ന ചായം തേച്ച് ചോരയുടെ ഹൃദയം പോലെ തൂക്കിയിട്ടു. ഉണ്ണിയെ രാത്രി 12 കിടത്തിയാൽ മതിയല്ലോ. അപ്പം ആഗ്രഹിച്ചത് 1000 ഹൃദയത്തിൽ 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ക്രിസ്തുമസിന് എന്തർത്ഥം? ഈ സന്ദേശം കൊടുക്കാൻ എഴുതി വെക്കാൻ ആഗ്രഹിച്ചത്. എഴുത്തും ഉണ്ണിയും രാത്രിയിലാട്ടുന്നത് ഹൃദയം തൂക്കിയിട്ടു. വികാരിയച്ഛൻ വലിയ പുൽക്കൂടാണ് ആസ്വദിച്ചെന്ന് കേട്ട് അത് കാണാൻ വേണ്ടി വന്നു. 4 മണിക്ക് പുൽക്കൂട് കണ്ട് അച്ഛൻ നാരങ്ങാവെള്ളവും കുടിച്ച് ഓറഞ്ചും പൊടിച്ച് നിന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഹൃദയഭേദകമായ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. സകല നാടിഞ്ഞരമ്പുകളും തളർന്നുപോയ ഒരു ചോദ്യം. ആ ചോദ്യം ഇതായിരുന്നു: ജോസഫച്ച, ഈ വർഷം ഉണ്ണീശോ കശുമാങ്ങാടെ അകത്താണോ പിറക്കാൻ പോകുന്നത്? എന്ത് കഷ്ടപ്പെട്ട ഹൃദയം ഉണ്ടാക്കിയെന്ന് ഒടേ തമ്പുരാന് മാത്രം അറിയാം. ഏറ്റവും വലിയ നൊമ്പരം ഇതാണ്. ഹൃദയം ഉണ്ടാക്കിയിട്ട് അത് കശുമാങ്ങയെന്ന് പറഞ്ഞത് ഇതാണ് നൊമ്പരം. ഒരു കാര്യം ചെയ്തിട്ട് അതുപോലെ പിടികിട്ടിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നൊമ്പരം. അതായിരുന്നു യേശുവിന്റെ നൊമ്പരമായിട്ട് നമ്മൾ കാണുക. ക്രിസ്തുവിന്റെ നൊമ്പരമായിട്ട് നമ്മൾ കാണുന്നത് ഈ സഹനമായിരുന്നു. ചെയ്തതാർക്കും പിടികിട്ടിയില്ല. അവസാനം യേശു 3 മരണാനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഒന്ന്, മാനസിക മരണം. അവൻ രക്തം വിയർത്തു, മനസ്സ് തകർന്ന് രക്തം വിയർത്തു. 2, ആത്മീയ മരണം. ദൈവം പോലും ഇല്ലാന്ന് തോന്നിപ്പോയി. എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ. 3, ശാരീരിക മരണം. അവൻ പ്രാണനെ വെടിഞ്ഞു. 3 മരണാനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയി. ശാരീരിക മരണം, മാനസിക മരണം, ആത്മീയ മരണം. 3 മരണാനുഭവങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നതായി നമ്മൾ കാണുന്നു. ഇപ്പൊ യേശു സഹിച്ചു, മറിയം സഹിച്ചു, യേശു സഹിച്ചു, അപ്പസ്തോലന്മാര് സഹിച്ചു. എല്ലാവരും രക്തസാക്ഷികളായി തീരുന്ന അപ്പസ്തോല സമൂഹം. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും വലിയ സഹനം കണ്ടത് എന്റെ അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിലാണ്. അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തില് ഞാൻ ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നും കട്ടപ്പനയിലേക്ക് കുടിയേറിയ ഒരു കുടുംബം. അപ്പൻ, അമ്മ, 16 വയസ്സുള്ള മൂത്ത മകൾ, 11 വയസ്സുള്ള രണ്ടാമത്തെ മകൻ, 9 വയസ്സുള്ള മൂന്നാമത്തെ മകൾ, 5 വയസ്സുള്ള 4ാമത്തെ മോൻ. അപ്പനും അമ്മയും 4 മക്കളും കൂടി കുടിയേറ്റം. കൃഷി പച്ചപിടിച്ചു, സ്വപ്നങ്ങൾ മുട്ടിട്ടു. 2 വർഷങ്ങൾ കഴിഞ്ഞപ്പം പ്രായമായവർക്ക് മലമ്പനി എന്ന പകർച്ചവ്യാധി ഒരുപാട് പേര് വീണ് മരിച്ചു. 20-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ശ്വാസകോശത്തിൽ നീര് കിട്ടുക, കരൾ ദ്രവിക്കുന്ന ഒരു പകർച്ചവ്യാധി. അന്ന് കനിയാന്മാരും നാട്ടുവൈദ്യന്മാരേ ഉള്ളൂ. ഒരു നല്ല ആശുപത്രി വരണമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. ഒരു ജനുവരി മാസത്തിൽ 16 വയസ്സുള്ള മോൾക്ക് മാരകമായ രോഗം. 3 മാസം കഴിഞ്ഞു 11 വയസ്സുള്ള മോനും ഇതേ രോഗം. 2 പേരെ ഒരുമിച്ച് നോക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അമ്മ വീട്ടുകാര് മൂത്തയാളെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നു. അവിടെ വെച്ച് മൂത്തയാൾ മരിക്കുന്നു. താമസിയാതെ 9 വയസ്സുള്ള മോൾക്കും ഇതേ രോഗം. 10 മാസങ്ങൾക്കുള്ളിൽ 16, 11, 9 വയസ്സുള്ള മക്കൾ പകർച്ചവ്യാധി മൂലം മരിച്ചുപോയ എന്റെ കുടുംബം. എന്നേക്കാൾ 5 വയസ്സിന് മൂത്ത എന്റെ ജ്യേഷ്ഠൻ മാത്രം അവശേഷിച്ചു. അമ്മയുടെ 40-ാം വയസ്സിലായിരുന്നു എന്റെ ജന്മം. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് പ്രസംഗം കേൾക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ അമ്മയും അപ്പനെയും കൊണ്ടുവരും. ആൾക്കാര് പ്രസംഗം കേട്ട് എന്നെ കയ്യിൽ പിടിച്ച് എന്തേലും നല്ലത് പറയുമ്പോൾ അമ്മ എന്നെ പിടിച്ച് മാറ്റി നിർത്തി പറയും, മോൻ അധികം ഞെളിയരുത്. 3 മാലാഖ കുഞ്ഞുങ്ങള് മുമ്പേ പറന്നുപോയതുകൊണ്ടാണ് നിനക്കെങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നത്. മോൻ അച്ഛനായി കണ്ട് അധികം പേരുദോഷം കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഇതായിരുന്നു അമ്മ പറയുമായിരുന്ന വാക്ക്. എന്റെ പൗരോഹിത്യ സ്വീകരണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞായിരുന്നു അമ്മയുടെ മരണം. അപ്പം മരിച്ചിട്ടിപ്പം 3 വർഷങ്ങള്. ഇപ്പം ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും മക്കളും. മൂത്ത മോന് പറഞ്ഞിങ്ങാന്റെ അച്ഛനാണ്. CC ധ്യാനമന്ദിരത്തില് സഹായിക്കുന്നു. അപ്പൊ അപ്പന്റെയും അമ്മയുടെയൊക്കെ ജീവിതം നോക്കുമ്പം എനിക്ക് ഒരു വലിയ ഉറപ്പാ, സഹനം എത്ര വലുതാണെങ്കിലും ദൈവം അതിനൊരു സമ്മാനം തരും. രാത്രി എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു പുലരി ഉണ്ടാവും. യാത്ര എത്ര നീണ്ടതാണെങ്കിലും അവസാനം ലക്ഷ്യമുണ്ടാവും. സഹനം എത്ര വലുതാണെങ്കിലും സഹനത്തിന് ദൈവം ഒരുക്കുന്ന ഒരു സമ്മാനമുണ്ട്. അപ്പൊ നമ്മൾ നിരാശപ്പെടാതെ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ പഠിക്കുക, ഒത്തുനിൽക്കുക എന്നുള്ളതാണ്. ഓരോ സഹനത്തിനും ദൈവം ഒരുക്കുന്ന ഒരു സമ്മാനമുണ്ട്.
ആ ഒരു ചിന്ത മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. തമ്പുരാന് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നിൽ വിപരീത വശം ഒളിച്ചു വെക്കുന്നവനാ ദൈവം. ഒരെണ്ണത്തിൽ അതിന്റെ മറുപുറം ദൈവം ഒളിച്ചു വെക്കും. ഉദാഹരണം, അനങ്ങാത്ത ഒരു മുട്ടയ്ക്കകത്ത് ആടുന്ന മയിലിനെ ഒളിപ്പിച്ചു വെക്കും. ഒരു ഉണക്ക വിത്തിൽ ഒരു വലിയ മരത്തെ ഒളിച്ചു വെക്കും. ഇത് ദൈവ സ്വഭാവമാണ്. അനങ്ങാത്ത മുട്ടയിൽ ആടുന്ന മയില്, ഉണക്ക വിത്തിൽ പച്ചമരം, കളിമണ്ണിൽ മൺകലം, സഹനത്തിന് ഒരു സമ്മാനം. എല്ലാ സഹനത്തിനും ദൈവം ഒരുക്കുന്ന ഒരു സമ്മാനമുണ്ട്. തമ്പുരാന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് സഹനം തരൂ. ഒരു പരിധി കഴിയുമ്പം തന്ന സഹനം പിന്നീട് ദൈവം അവിടെ കൊണ്ട് നിർത്തും. സഹിക്കാനും കഴിവുള്ളവർക്ക് പിന്നെയും പിന്നെയും സഹനം കൊടുത്തുകൊണ്ടിരിക്കും. കഴിവില്ലാത്തവരുടെ സഹനം അവൻ ഏറ്റെടുത്തിട്ട് കുരിശിൽ മരിച്ചുകൊണ്ട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ സഹനവും കുരിശും ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാവർക്കും ദൈവം സഹനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ദൈവം നിർത്തും. എടപ്പള്ളിയിലേക്ക് നമ്മൾ എറണാകുളത്ത് നിന്ന് പോരുമ്പോൾ ടോൾ ഗേറ്റ് കഴിയുമ്പോൾ ഒരു ചെറിയ ഹോട്ടൽ കാണാം. ഹോട്ടൽ അൺലിമിറ്റഡ് ഫുഡ് സർവീസ് എന്നാണ് എഴുതി വെച്ചിരിക്കുക. പരിധിയില്ലാതെ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടൽ. സമയം 11 മുതൽ 3 മണി വരെയാണ്. കിട്ടുന്നത് വെള്ളച്ചോറ്, പച്ചമോര്, ഇഞ്ചി ചതച്ചിട്ട് സവോള ശരിക്കിട്ട് മുളകും കരിവേപ്പിലയും ഇട്ട ഒന്നാം തരം മോര്. ആ കൂട്ടത്തിൽ അല്പം മത്തിപ്പീര, പിന്നെ കൺമഷി പോലെ അല്പം നാരങ്ങാച്ചാറ്, 2-3 വയറിന്റെ അറ്റങ്ങളുണ്ടാക്കിയ തോരൻ. ഇത്രയേ ഉള്ളൂ. പക്ഷെ 25 രൂപയേ ഉള്ളൂ. ചോറ് എത്ര പ്രാവശ്യം വേണേലും കിട്ടും. പക്ഷെ ബാക്കി സാധനത്തിലൊക്കെ നോക്കി ഞൊണഞ്ഞോണ്ട് കഴിച്ചോണം. അത് പിന്നീട് കിട്ടിയതല്ല. ഓരോ പ്രാവശ്യം വേണോ 25 രൂപ. കുറെ കോളേജ് പിള്ളേര് ഈ ഹോട്ടലിൽ കയറി 6 റൗണ്ട് ചോറ് മേടിച്ചു. വിളമ്പെന്ന് ചോദിച്ചു, മോനെ എന്നാ വയറാടാ, 6 റൗണ്ട് ആയല്ലോ. ഉടനെ അവർ പറഞ്ഞു, സാറന്മാരെ അൺലിമിറ്റഡ് ഫുഡ് സർവീസ് എന്നല്ലേ പറഞ്ഞ് പോന്നോട്ടെ. ഉടനെ വിളമ്പെന്നൊരു, മോനെ അൺലിമിറ്റഡും ഇല്ലേടാ, ഒരു ലിമിറ്റൊക്കെ. ഇതാണ് ജീവിതം. എത്ര വലിയ സഹനമാണേലും അതിനും ഒരു പരിധി ദൈവം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയല്ല. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാകുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാകുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. കുരിശുകൾ, സഹനങ്ങൾ, വേദനകൾ ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ കുരിശിനെ സ്വീകരിക്കാൻ നമുക്കൊക്കെ കഴിയുന്നുണ്ടോ? അതോ പരാതിയും പരിഭവവും പറഞ്ഞ് കുരിശിൽ നിന്നും ഓടി അകലുന്നവരാണോ നമ്മൾ? ഒരു ആത്മശോധനയ്ക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. പത്രോസ് യേശുവിനോട് ചോദിച്ചു, എല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നു, നീ എനിക്ക് എന്നാ തരും? യേശു പറഞ്ഞില്ല, സാരമില്ല പത്രോസെ, വത്തിക്കാനിൽ കസേര തരാം എന്നല്ല പറഞ്ഞത്. പിന്നെയോ പറഞ്ഞത്, നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് ഞാൻ കുരിശ് തരാം. ക്രിസ്തുവിന്റെ കൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിന്റെ ഷെയർ, അവന്റെ കുരിശിന്റെ ഷെയർ, അവന്റെ മുൾക്കിരീടത്തിന്റെ ഷെയർ, അവന്റെ സഹനത്തിന്റെ ഷെയർ. ഇതാണ് ക്രിസ്ത്യാനിക്ക് ദൈവം വെച്ചിരിക്കുന്ന ഭാഗഭാഗിത്വം. നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു സഹനം, ഒരു നൊമ്പരം. ദൈവം ക്രമീകരിച്ച സഹനങ്ങൾ, നൊമ്പരങ്ങൾ. അമ്മ ത്രസ്യ എന്ന വലിയ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുമ്പോൾ യേശുവിന്റെ കുരിശിൽ വെച്ച് നോക്കി പറയുന്നുണ്ട്, വെറുതെയല്ല അധികം പേരൊന്നും നിന്റെ കൂടെ വരാത്തത്. ആരെല്ലാം നിന്റെ കൂടെ വരുവോ വരുന്നവർക്കെല്ലാം നീ കുരിശു കൊടുക്കും, നീ സഹനം കൊടുക്കും. സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുന്നത് വിശ്വാസത്തോടെ സഹനത്തെ സ്വീകരിക്കുന്നവരാണ്. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും എന്താ അർത്ഥം? നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ് നമ്മുടെ ശരീരം. ഈ ദേഹത്തെക്കുറിച്ച് പോലും നമുക്കാർക്കും പൂർണ്ണമായ ഉത്തരവില്ലല്ലോ. നമ്മൾ ജനിക്കുമ്പം ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും തന്നു, ഒരെണ്ണം ഒഴികെ. കണ്ണ് തന്നു, മൂക്ക് തന്നു, ചെവി തന്നു, വാ തന്നു, വയറ് തന്നു, കൈ തന്നു, കാല് തന്നു, നട്ടല് തന്നു. ദൈവം തരാത്ത ഒരവയവം കൊണ്ട് ജനിച്ചപ്പോൾ നമുക്കാർക്കും വായിൽ പല്ല് തന്നിട്ടില്ല. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വായിൽ പല്ല് വന്ന് നകുന്നു, മുല്ലപ്പൂ മുട്ടുപോലെ, കുമ്പളങ്ങ കുരു പോലെ. 6 or 7 വയസ്സായപ്പം പല്ലുമൂടെ പറഞ്ഞുപോയി. പിന്നെ വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വീണ്ടും വന്നു നകുന്നു. 10 or 65 വയസ്സാകുമ്പോൾ പല്ല് പിന്നെയും പറഞ്ഞു പോകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറോട് ഞാൻ ചോദിച്ചു, മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല, പിന്നെ കേൾക്കുന്നു പറയുന്നു, രഹസ്യവശം വല്ലതും ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു, പൊന്നി ജോസഫച്ച, ഇതുകൂടി കോനിഷ്ഠ ചോദ്യം എന്നോട് ചോദിച്ചേക്കല്ല്. പറിക്കാൻ പറഞ്ഞാൽ പറിക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും, അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും. നമ്മുടെ പല്ലിനെ കുറിച്ച് പോലും നമുക്കാർക്കും ഉത്തരവില്ലല്ലോ. ദൈവം തരുന്ന സഹനങ്ങളെക്കുറിച്ചും നമുക്കാർക്കും ഉത്തരവില്ല. ഒന്നും ഉറപ്പിച്ചുകൊള്ളുക, ദൈവം സഹനം തരുന്നെങ്കിൽ അതിന്റെ പിറകിൽ ദൈവത്തിന് പ്ലാനുമുണ്ട്, പദ്ധതിയുമുണ്ട്. ആ ഒരു ചിന്ത മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുക.